ശ്രീവാസൻ സിറേക്ക്, ഇപ്പോൾ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഈ ഗവർണർ സർക്കാർ പോര് കുറച്ച് കാലമായി തന്നെ ഉള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ സുപ്രധാന നീക്കവുമായി ഗവർണർ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി VC നിയമനത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിവാക്കണമെന്നുള്ളതാണ് ഗവർണറുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? അതായത് ചക്രവർത്തി പോരാട്ടം മാത്രമായാണ് ഞങ്ങൾ കാണുന്നത്. കാരണം കുറെ കാലങ്ങളായി ഇവിടുത്തെ ഗവർണർമാരും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ CPM സർക്കാരുമായി ചില പോരാട്ടങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുക. ഒടുക്കം അതിന്റെ പേരിൽ കുറെ രാഷ്ട്രീയ ഗിമ്മിക്കുകൾ കാണിച്ച് നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചു ഒടുക്കം ഗവർണർ ഊരി പോകുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവർ തമ്മിൽ ധാരണ ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാശ്മീരിൽ ലഡു, അവിടെ നിന്ന് ആരിഫാൻ ഇങ്ങോട്ടും, ഇവിടെ നിന്ന് ഓണത്തിന്റെ പായസം അങ്ങോട്ടുമൊക്കെ കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ആർലേക്കർ വന്നതിന് ശേഷം സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. ആദ്യഘട്ടങ്ങളിൽ ഒരാവശ്യവുമില്ലാത്ത യാതൊരുവിധ കാര്യവുമില്ലാത്ത അടിസ്ഥാനമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആർലേക്കർ ശ്രമിച്ചു നോക്കി. ആ വിവാദങ്ങളിൽ പലതിലും സർക്കാർ അവിടേക്ക് പോയി പെടുകയും സർക്കാർ അതിന് ഒരു അവസരം, ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് RSS നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ BJPയുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അവരുടെ ആശയ പ്രചാരണം നടത്താൻ വേണ്ടി നിയമിതനായിട്ടുള്ള ഗവർണർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കൃത്യമായ പ്ലേ ഗ്രൗണ്ട്, ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ CPM ആണ്. അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടാണ്. ഇതും അത്തരത്തിലൊരു വിഷയമായി ഒതുങ്ങാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷയത്തിലേക്ക് പോകാനുള്ള സാഹചര്യമാണ്. ഒന്ന്, മുഖ്യമന്ത്രി ഒഴിവാക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്, ജനാധിപത്യപരമായി ഈ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ആയതുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ മുഖ്യമന്ത്രിമാർ അതിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിമാർ മാത്രമല്ല, സ്വാഭാവികമായും സർക്കാരിന്റെ പ്രതിനിധികൾ, പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിനിധികൾ, ഇവരെല്ലാവരും ഉണ്ടാവേണ്ടതാണ്. അപ്പൊ അത്തരം വിഷയങ്ങളിലൊന്നും നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു സുപ്രീം കോടതി വിധി നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ആർലേക്കർ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ വിചാരിക്കുന്നുമില്ല ആർലേക്കർ ഇപ്പോ മുഖ്യമന്ത്രി അങ്ങ് ഒഴിവാക്കി കളയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആള് എന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെയുള്ള അടുത്ത ഒരു വിഷയം ഉയർന്നു വരുന്ന സമയത്ത് എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് കളിക്കാൻ വേണ്ടിയാണ് ഗവർണർ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സിസ തോമസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ വിവാദങ്ങൾ അല്ലെങ്കിൽ ആയതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടാണ്. ഗവർണർ നിയോഗിക്കുന്നത് BJPക്കാരെയും സർക്കാർ നിയോഗിക്കുന്നത് CPM-കാരെയാണ്. എന്താണ് വ്യത്യാസം? സർക്കാർ നിയോഗിക്കുകയാണെങ്കിൽ അത് CPM-ന്റെ കൊടി പിടിച്ചവരെയാണ്. ഗവർണർ നിയോഗിക്കുന്നത് BJPയുടെ കൊടി പിടിച്ചവരെയാണ്, അല്ലെങ്കിൽ ABVP-കാരെയാണ്. ഇവിടെ SFI-കാരാണ് നിയോഗിക്കുന്നത്. ഒരു ന്യൂട്രൽ നിലപാട് രണ്ടു കൂട്ടർക്കും എടുക്കാൻ സാധിക്കുന്നില്ല. ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ജനാധിപത്യപരമായ ന്യൂട്രൽ നിലപാട് സ്വീകരിക്കാൻ രണ്ടു കൂട്ടർക്കും പറ്റുന്നില്ല എന്ന് നമ്മൾ തന്നെ നേരിട്ട് കാണുന്നതാണ്. നമുക്ക് തന്നെ അത് നേരനുഭവങ്ങളുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. അത്തരം കാര്യങ്ങളിൽ സർക്കാരിന്റെ നിലപാട് എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ ഗവർണറുമായി വലിയ പോരാട്ടം നടത്തുകയാണ് എന്ന് വരുത്തി തീർക്കുകയും രാത്രിക്ക് രാത്രി തലയിൽ മുണ്ടിട്ട് ഗവർണറുമായി സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നതാണ്. ഗവർണർമാരും തിരിച്ചും അങ്ങനെയാണ്. ആരിഫാൻ 6 വർഷം ഇവിടെ ഗവർണർ ആയിരുന്നില്ലേ? ആരിഫാന്റെ കാലഘട്ടത്തിൽ പിക്കപ്പ് ചെയ്ത ഏത് വിഷയത്തിലാണ് അദ്ദേഹം മുമ്പോട്ട് പോയിട്ടുള്ളത്? ചില വിഷയങ്ങളിലൊക്കെ ഞാനിപ്പോ സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്നു എന്ന രീതിയിലേക്ക് വരികയും ഒടുക്കം ആനയായി വന്നത് എലിയായി തിരിച്ചു പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. സർക്കാരിന്റെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഒരു വിഷയം ഉണ്ടാക്കുക, അങ്ങനെ വിഷയം ഉണ്ടാക്കി പിന്നീട് മറ്റു പലതും സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്ന് പുറകോട്ട് പോവുക എന്ന നിലപാടാണ് ഇരു കൂട്ടരും കാണിക്കുന്നത്. ഇത് ചക്രവർത്തി പോരാട്ടമാണ്. ഇത് പരസ്പരം ധാരണ വെച്ചുള്ള മുന്നോട്ട് പോകലാണ്. അത് കേരളത്തിന്റെ ജനതയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് അത്. ശരി, വളരെ നന്ദി ശ്രീവാസൻ സുരേഖ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.